പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഒരു മാസത്തിന്റെ അവസാന ദിവസത്തിൽ എത്തിയിരിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഈ മാസം മുഴുവനും ദൈവം എത്ര ഭംഗിയായി നമ്മെ നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നു അല്ലേ? ദിവസവും നമ്മോട് സംസാരിച്ചു, വാക്ക് തന്നു, ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി, സന്തോഷിപ്പിച്ചു, എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു അല്ലേ? ദൈവത്തിന് നാം നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ മാസത്തിന്റെ അവസാന ദിവസം യേശു എനിക്ക് തരുന്ന വാക്ക് എന്താണ് എന്നറിയാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ? വേദപുസ്തകം 2 രാജാക്കന്മാർ 3-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളുടെ താഴ്വര വെള്ളം കൊണ്ട് നിറയും എന്ന് ദൈവം വാക്ക് തന്നിരിക്കുന്നു. എന്താണിത്? 2 രാജാക്കന്മാർ, യൂദയിലെ രാജാവും ഇസ്രായേൽ രാജാവും ഇരുവരും ചേർന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നു. 2 രാജ്യത്തിലെ സൈനികർ, അന്ന് സൈന്യത്തിൽ അനേകായിരം സൈനികരുണ്ട്. വലിയ ഒരു സൈന്യമായി അവര് പുറപ്പെട്ടു പോകും. പക്ഷേ മരുഭൂമിയിൽ ചെല്ലുമ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല. പടയാളികൾ ദാഹം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. അന്ന് കുതിരകളും യുദ്ധത്തിന് ഉപയോഗപ്പെടുത്താറുണ്ടല്ലേ? ഒട്ടകങ്ങളും കുതിരകളുമെല്ലാം വെള്ളമില്ലാതെ വലഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. എങ്ങോട്ട് പോകും? എവിടെ നോക്കിയാലും മരുഭൂമി, വെള്ളമില്ലാത്ത അവസ്ഥ. യഹോവയുടെ പ്രവാചകനെ വിളിക്കുന്നു. ആ പ്രവാചകൻ വന്ന് യഹോവയോട് അപേക്ഷിച്ചപ്പോൾ യഹോവ അതിനൊരു വാഗ്ദത്തം കൊടുക്കുന്നു. ഈ താഴ്വരയിൽ തോടുകൾ ഉണ്ടാക്കുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, പക്ഷേ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും. അതെങ്ങനെ? ഇതൊരു മരുഭൂമിയാണ്. എവിടെയെങ്കിലും ഒരു നദിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുളമുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നാൽ സാരമില്ല. മരുഭൂമിയിൽ വെറുതെ തോടുകൾ വെട്ടിയിട്ട് മഴ പെയ്യുന്ന സാഹചര്യവുമില്ല, മഴക്കാലവുമില്ല. എങ്ങനെയാണ് വെള്ളം കിട്ടുക? യഹോവ പറയുന്നു, നിങ്ങൾ സാഹചര്യത്തെ നോക്കരുത്, തോടുകൾ വെട്ടണം, അത്ര തന്നെ. എല്ലാവരും തോടുകൾ വെട്ടാൻ തുടങ്ങി. രാത്രിക്ക് രാത്രി അതിൽ വെള്ളം വന്ന് നിറഞ്ഞു. ഇതെങ്ങനെ? കാറ്റുമില്ല, മഴയുമില്ല, മേഘവും കാണുന്നില്ല, ആകാശത്തുനിന്ന് വെള്ളം വീണിട്ടുമില്ല, തോടുകൾ നിറഞ്ഞിരിക്കുന്നു. ഇത് യഹോവയ്ക്ക് സാധാരണ കാര്യമാണ്. യഹോവ സർവശക്തനായ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിലും പരിതസ്ഥിതി കണ്ടാൽ നന്മ നടക്കും എന്ന് തോന്നുന്നില്ലല്ലോ? പരിതസ്ഥിതി കണ്ടാൽ ഇത് നടക്കുന്നത് പോലെ തോന്നുന്നില്ലല്ലോ? ഈ കാര്യത്തിൽ ഞാൻ വിജയിക്കും എന്ന് തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പരിഭ്രമിച്ചിരിക്കുകയാണോ? സാഹചര്യം കണ്ടാൽ വീട്ടിൽ മാറ്റമുണ്ടാവുന്നില്ല, ജോലിയിൽ മാറ്റമുണ്ടാവുന്നില്ല, മക്കളുടെ പഠിപ്പിൽ മാറ്റമുണ്ടാകുമോ? പരിതസ്ഥിതി കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പരിഭ്രമിക്കുകയാണോ? നിങ്ങൾ സാഹചര്യം നോക്കരുത്, യഹോവയുടെ ശക്തിയെ നോക്കൂ. മരുഭൂമിയിൽ വെള്ളം വരുത്തിക്കുവാൻ യഹോവയ്ക്ക് സാധിക്കും. ആ അത്ഭുതം യഹോവ ചെയ്തത് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? തോട് വെട്ടണം. വിശ്വാസത്തോടെ തോട് വെട്ടണം. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്താലേ യഹോവയുടെ അത്ഭുതം കാണാൻ സാധിക്കൂ. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയാണോ? ഒരു ചെറിയ അനുഭവം പറയട്ടെ. യേശു വിടുവിക്കുന്ന ശുശ്രൂഷയെ കാണുന്നില്ലേ? ഏതൊരു ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയിലും TV പരിപാടിയിലും ഞങ്ങൾ കാണിക്ക ആവശ്യപ്പെട്ടിട്ടില്ല, കാണിക്ക വാങ്ങിയിട്ടുമില്ല. ജനങ്ങളെ സഹായിക്കുന്നതിനായി ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നല്ലാതെ യേശു വിടുവിക്കുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടില്ല. ഞങ്ങൾ എന്തുമാത്രം ശുശ്രൂഷകൾ നടത്തുന്നു. 1300-ലധികം മിഷണറിമാരെ സഹായിക്കണം. ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റണം. 400 പേരോളം രാവും പകലും പ്രവർത്തിക്കുന്നു. ഇതിന്റെ ചിലവുകളെല്ലാം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കുകയാണോ? ഈ വചനത്തിലൂടെ അനേകം വർഷങ്ങൾക്ക് മുൻപ് യേശു പറഞ്ഞു, തോടുകൾ വെട്ട്, ഞാനത് നിറയ്ക്കാമെന്ന്. ഓരോ ആഴ്ചയും ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ശുശ്രൂഷയിലുള്ള എല്ലാവരും ഉപവാസം ചെയ്ത് 24 മണിക്കൂറും പ്രാർത്ഥിക്കും. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവസാനം ഒരു 5 മിനിറ്റ് തോട് വെട്ടും. യേശുവേ, മാസിക ശുശ്രൂഷയുടെ ആവശ്യങ്ങൾ നിറവേറണം. മിഷണറി ശുശ്രൂഷയിൽ ഇത്ര ആവശ്യങ്ങളുണ്ട്, നിറവേറണം. സുവിശേഷ ശുശ്രൂഷയ്ക്ക് ഇത്രയും ആവശ്യമുണ്ട്, നിറവേറണം. എല്ലാം പറഞ്ഞ് തോട് വെട്ടി പ്രാർത്ഥിക്കും. ആ മാസാവസാനം നോക്കുമ്പോൾ എല്ലാം നിറവേറിയിട്ടുണ്ടാകും. ഇത് യേശു എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമുള്ളത്? ഇതാണ് എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. മക്കളുടെ പഠിപ്പിന്, കറണ്ട് ചാർജ് അടയ്ക്കാൻ വേണ്ടി, പലചരക്ക് വാങ്ങുവാൻ, പിന്നെ ആശുപത്രി ചിലവിന്, അല്ലെങ്കിൽ EMI അടയ്ക്കാനുള്ള പണം, ഇതെല്ലാം എഴുതി വെച്ച് തോടുവെട്ട്. മുട്ടുകുത്തി പ്രാർത്ഥിക്കൂ. കുടുംബത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ അറിയിക്കാൻ ശ്രമിക്കൂ. അതാണ് തോട് വെട്ടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്താൽ യേശു ചെയ്യേണ്ടത് ചെയ്തു തരും. പ്രകൃതിക്കും അപ്പുറമുള്ള അത്ഭുതം നടക്കും. നിങ്ങളത് കാണാൻ പോകുന്നു. വിശ്വസിക്കുമോ? ഇപ്പോൾ പ്രാർത്ഥിക്കൂ, കർത്താവേ,
ഞാൻ തോടുകൾ വെട്ടുന്നു. എന്റെ കുടുംബത്തിന്റെ ആവശ്യം, സ്വന്തം ആവശ്യം, ജീവിതത്തിന്റെ ആവശ്യം, ഇങ്ങനെ ഏതൊക്കെ കാര്യത്തിൽ അത്ഭുതങ്ങൾ നടക്കണം, എന്റെ ആവശ്യങ്ങൾ നിറവേറണം. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ